തറവാട്ടിലെ കാരണവർ വിശ്വനാഥൻ പിള്ള മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ തറവാട്ടിലെ ഓൾ ഇൻ ഓൾ ദേവലക്ഷ്മി അമ്മ ആണ്. ആ നാട്ടിലെ എല്ലാവർക്കും വലിയ കാര്യമാണ് അമ്മയെ. എല്ലാവരും അവരെ സ്നേഹത്തോടെ ദേവമ്മ എന്നാണ് വിളിക്കാറ്. ശങ്കര, ദേവമ്മയുടെ വിളി കേൾക്കേണ്ട താമസം ശങ്കരൻ അവരുടെ അടുത്തേക്ക് ധൃതിയിൽ വന്നു. ചുമലിലുള്ള തോർത്തിൽ മുഖം തുടച്ച് കാര്യം അന്വേഷിച്ചു. എന്താ ദേവമ്മ? അല്ല, നീ പോയ കാര്യം എന്തായി? ഞാൻ വിശേഷം പറയാൻ ഇരിക്കുകയായിരുന്നു. ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി ഇന്ന് പുലർച്ചെയാ തിരിച്ചെത്തിയത്. പോയത് വെറുതെയായി ദേവമ്മ. അതെന്താ, അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ലേ? ഇല്ല, അവിടെ അദ്ദേഹത്തിൻ്റെ അനന്തരവൻ അനന്തൻ നമ്പൂതിരിയേ ഉള്ളൂ. കാരണവർ 150 ദിവസത്തെ തീർത്ഥാടനത്തിന് പോയത്രേ. ഒരാഴ്ച മുമ്പാണത്രേ പോയത്. വിളിച്ച് സംസാരിക്കാനാണെങ്കിൽ ഫോണിൽ ഇത്രയും നാൾ ഉപയോഗിക്കില്ല. ഓ, എന്തായാലും ഇനി വന്നിട്ട് കാണാം. അല്ലേലും ധൃതിയൊന്നുമില്ല. അദ്ദേഹം കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് മുൻപേ പറഞ്ഞതല്ലേ. വെറുതെ അതുവരെ പോയി ബുദ്ധിമുട്ടായോ ശങ്കര? എന്താ ദേവമ്മ ഈ പറയണേ? എന്ത് ബുദ്ധിമുട്ട്? കടത്തിൽ മുങ്ങി നാടും വീടും വിട്ട് 4 വയസ്സായ മകളെയും രാജിയെയും കൊണ്ട് ഈ നാട്ടിലെത്തുമ്പോൾ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. കയ്യിൽ വെറും 2000 രൂപ മാത്രം. കവലയിൽ ബസ് ഇറങ്ങി നെടുവീർപ്പിട്ട് നിൽക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ ഇവിടുത്തെ അങ്ങൊന്ന് ഞങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് തോന്നിയതെന്ന് ഇന്നും അറിയില്ല. കാർ നിർത്തി കയറാൻ പറയുമ്പോൾ ഒന്നും ചിന്തിച്ചില്ല. ക്ഷീണിച്ച കുഞ്ഞിൻ്റെയും അവളുടെയും മുഖം കണ്ടപ്പോൾ ഒന്നും നോക്കാതെ കാറിൽ കയറി. അന്നു മുതൽ ഇന്ന് വരെ ഒന്നിനെയും കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം അങ്ങൊന്ന് കണ്ടറിഞ്ഞു ചെയ്തു തന്നു. ഒഴിഞ്ഞുകിടന്നിരുന്ന പത്തായപ്പുരയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അദ്ദേഹം താക്കോൽ കയ്യിൽ തരുമ്പോൾ ദൈവം മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ചെയ്തു തന്ന ഉപകാരത്തിന് ഞാൻ എൻ്റെ പ്രാണൻ തന്നെ ഇവിടെ തരും ദേവമ്മ. ഈ ശങ്കരന് ഇവിടേക്ക് ചെയ്യുന്നതൊന്നും ബുദ്ധിമുട്ടല്ല. ശങ്കരൻ ചുമലിലുള്ള തോർത്തുകൊണ്ട് കണ്ണുകൾ മുറുകെ തുടച്ചു. എന്താ ശങ്കരേട്ടാ, ഇത് ദിവസവും ഈ കഥ ഇങ്ങനെ പറയണമെന്നുണ്ടോ? കേട്ടുവന്ന ദേവിക ശങ്കരനോട് പുഞ്ചിരിയോടെ ചോദിച്ചു. അല്ല, അമ്മൂട്ടിയെ ഇവിടേക്ക് കണ്ടില്ലല്ലോ. അവിടെ ഇല്ലേ? ദേവിക്കൊച്ചെ വീട്ടിലുണ്ട്. മാസത്തിലുള്ള വയറുവേദന വന്നാൽ പിന്നെ 2-3 ദിവസം പുറത്തിറങ്ങില്ല പെണ്ണ്. വേദന എന്നും പറഞ്ഞ് ചുരുണ്ട് കിടക്കും. രാവിലെ കിച്ചുമോൾ വന്നിരുന്നു കൂട്ടുകാരിയുടെ വിശേഷം അറിയാൻ. പറയും പോലെ നേരം വെയിലായി തുടങ്ങി. ഈ പെണ്ണ് ഇതുവരെ വന്നില്ലല്ലോ. അങ്ങോട്ടേക്ക് കടന്നു വന്ന ജാനി ഏട്ടത്തിയോടായി ദേവിക ചോദിച്ചു. ഇനിയിപ്പോൾ അമ്പാട്ടുകൂടി ചവിട്ടിയിട്ടാവും വരിക പെണ്ണ്. ശങ്കര, അമ്പാട്ടെ കാറല്ലേ വരുന്നത്? അതേ ദേവമ്മ. ദൂരെ ഗേറ്റ് കടന്നു വരുന്ന കാറ് മുറ്റത്ത് തിരിച്ചു നിർത്തി ഡ്രൈവർ സീറ്റിൽ നിന്നും കണ്ണൻ പുറത്തേക്ക് ഇറങ്ങി. എന്താ കണ്ണ, കാർ പോർച്ചിൽ കയറ്റാതെ തിരിച്ചിട്ട് ധൃതിയിൽ എങ്ങോട്ടെങ്കിലും പോവാനുണ്ടോ? ദേവമ്മ കണ്ണൻ്റെ കയ്യിൽ പിടിച്ച് തിരക്കി. അല്പം തിരക്കൊണ്ട് മുത്തശ്ശി. കാറിൽ നിന്നും ലച്ചു കൂടി ഇറങ്ങിയതും ജാനകിയും ദേവകിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ ലച്ചു, എവിടേക്കാ? അമ്മയും മോനും കൂടെ. ഞങ്ങൾ അറിയാതെ വല്ല പെണ്ണു കാണലും മറ്റും ഉണ്ടോ? ജാനകി ലച്ചുവിനെ കളിയാക്കി ചോദിച്ചു. അപ്പച്ചി, കണ്ണൻ നീട്ടി വിളിച്ചു കൊണ്ട് പറഞ്ഞു. ഇവിടുത്തെ ഒരു മരംകേറി പെണ്ണില്ലേ, അത് കോണി കയറി ഒന്ന് വീണു. അതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുക. ആര്? കിച്ചുമോളെയും കൊണ്ടോ? ദേവിക വെപ്രാളത്തോടെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് കാറിൽ നിന്നും ആ അശരീരി കേൾക്കുന്നത്. മരംകേറി പെണ്ണ് തൻ്റെ മറ്റവളാണ് കണ്ണ. കാലിന് വയ്യെങ്കിലും നാവിനൊരു കുഴപ്പവുമില്ല. കണ്ണൻ പിറുപിറുത്തു. ലച്ചു കണ്ണൻ്റെ കൈ നന്നായി ഒന്ന് നുള്ളി. ആ അമ്മേ, വലിയ പെണ്ണായി എന്ന ഒരു ചിന്തയുമില്ല. വേവലാതിയോടെ ജാനകി കിച്ചുവിൻ്റെ കാലിൽ തലോടി. ഇപ്പോൾ അമ്മ വയ്യാതെ ഇരിക്കുന്നത് കണ്ടാലും ചീത്ത പറയാൻ നിർത്തരുത്. മുത്തശ്ശി നിൽക്കുന്നത് കണ്ടോ? ഒരു സങ്കടവുമില്ലാതെ, ഒരു ഉമ്മ പോലും തരാതെ എന്നെ ചീത്ത പറയുന്നതും കേട്ട് നിൽക്കുക. അല്ലെങ്കിലും ആർക്കും എന്നോടൊരു സ്നേഹവുമില്ല. സ്ഥിരം ഡയലോഗ് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ആ കണ്ണ, എന്താ മുത്തശ്ശി? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വല്ല ചതവും മറ്റുമാണെങ്കിൽ അവിടെ നോക്കിയാൽ മതി കേട്ടോ. ഉളുക്കോ മറ്റോ ആണെങ്കിൽ നമ്മുടെ ഷാരടി വൈദ്യരെ കാണിക്കാം. ശരി മുത്തശ്ശി. കണ്ണൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ലച്ചു, ഞാനും കൂടെ വരാം. വേണ്ട അപ്പച്ചി, ഇനി അപ്പച്ചി കാരി മാറ്റിയെടുത്ത് വരുമ്പോഴേക്കും വൈകും. കാലിനു നീര് കൂടുന്നുണ്ട്. കണ്ണൻ ധൃതിയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പോയിക്കൊള്ളാം ദേവമ്മ. ശങ്കരേട്ടൻ കാറിൻ്റെ മുൻസീറ്റിൽ കയറിയിരുന്നു. സോപാനത്തിൽ വലതുകാൽ നീട്ടിയിരിക്കുകയാണ് കിച്ചു. കണ്ണങ്കാലിൽ ചെറിയൊരു ചതവുണ്ട്. ഇളക്കം തട്ടാതിരിക്കാൻ ചെറിയ ഒരു ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. 2 ആഴ്ചത്തേക്ക് റെസ്റ്റും. ആകെ പെട്ട അവസ്ഥയിലാണ് കക്ഷി. വീഴ്ച പ്രമാണിച്ച് എല്ലാവരും തറവാട്ടിലുണ്ട്.
കാലിലെ വേദന ഉള്ളത് കാരണം നമ്മുടെ കക്ഷി നല്ല കുട്ടിയായി ഇരിക്കുന്നുണ്ട്. ആ ഇരുത്തം കണ്ടാൽ ആർക്കും ചിരി വരും. എല്ലാവരും തറവാട്ടിൽ കൂടുന്ന സമയം ഒരു മേളം തന്നെ ഒരുക്കുന്ന ആളാണ് വെള്ളത്തിൽ വീണ കോഴിയെപ്പോലെ ചടഞ്ഞിരിക്കുന്നത്. പെണ്ണുങ്ങൾ ഊണ് വിളമ്പുന്ന തിരക്കിലാണ്. ഞായറായതിനാൽ എല്ലാവരും ഊണിന് വീട്ടിലുണ്ട്. എടാ ഏട്ടാ, കിച്ചു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യദു മുഖം ഗൗരവത്തിലാക്കി താക്കീതോടെ കിച്ചുവിനെ നോക്കി. സോറി കിച്ചു ചെവിയിൽ പിടിച്ചു പറഞ്ഞു. എന്താ പെണ്ണേ നിനക്ക്? ഞാൻ നിൻ്റെ ഏട്ടൻ തന്നെയാണ്, ഒരു സംശയവുമില്ല. നീ കാര്യം പറയൂ. അത് ഏട്ടാ, അത് പിന്നെ എനിക്കൊരു കൂട്ടം വാങ്ങിത്തരാമോ? എന്ത് കുടമോ? കുടം നിനക്കെന്തിനാ? യദു കണ്ണനെ നോക്കി കണ്ണിറുക്കി കിച്ചുവിനോടായി ചോദിച്ചു. വേണ്ട ഏട്ടാ, ഞാൻ റെസ്റ്റ് ആണെന്നൊന്നും നോക്കില്ല. അങ്ങോട്ട് വന്ന് തല അടിച്ചു പൊട്ടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ വന്നത് തന്നെ. യദു അവളെ നോക്കി പുച്ഛിച്ചു. ആയിക്കോട്ടെ, അല്ലെങ്കിലും ആർക്കും. ഓ മതി. യദു കിച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു അവളുടെ തലയിൽ തലോടി. ഏട്ടൻ്റെ കുഞ്ഞിന് എന്താ വേണ്ടത്? ഊണിന് ശേഷം ഐസ്ക്രീം വേണോ? എൻ്റെ പൊന്നേട്ടൻ. ഏട്ടൻ എങ്ങനെ മനസ്സിലായി? കിച്ചു ആശ്ചര്യത്തോടെ യദുവിൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ച് ചേർന്നിരുന്നു. ഏട്ടന് അറിയില്ലേ മോളെ ആളെ വാൽ പൊക്കുന്നത് എന്തിനാ എന്ന്? ഓ കണ്ണാ, ഉണ്ണി, കിച്ചുവിൻ്റെ അച്ഛൻ കണ്ണൻ്റെ അടുത്തേക്ക് വന്ന് വിളിച്ചു. എന്താ മാമ, ഇനി കിച്ചുവിൻ്റെ കോളേജ് കാര്യം എന്തു ചെയ്യും? 2 ആഴ്ച ലീവ് ആവില്ലേ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ റെഡിയാക്കിക്കൊള്ളാം. 1 ആഴ്ച ലീവാക്കട്ടെ, പിന്നെ ഡോക്ടറെ കാണിച്ച് വേണ്ടതുപോലെ ചെയ്യാം. ക്ലാസ്സിലെ നോട്ട്സ് അമ്മൂട്ടി കൊടുത്തോളൂ. ലെസൺ പാർട്ട് ഞാൻ പറഞ്ഞു കൊടുത്തേക്കാം. ദേവൂട്ടി, കിച്ചു ഉറക്കെ വിളിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. എല്ലാവരും നോക്കേണ്ട, എൻ്റെ ദേവൂട്ടിക്ക് അറിയാം ഞാൻ എന്തിനാ വിളിച്ചതെന്ന്. അല്ലേ ദേവൂട്ടി? ദേവി ചിരിച്ചുകൊണ്ട് ഒരു പാത്രം ചോറും കറിയും എടുത്തു കിച്ചുവിൻ്റെ അടുത്തിരുന്നു. നീയാണ് ദേവി ഈ പെണ്ണിനെ ഇങ്ങനെ വഷളാക്കണേ. എന്താ ഉണ്ണിയേട്ടാ, എൻ്റെ കുഞ്ഞല്ലേ ഇത്? എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എൻ്റെ കുഞ്ഞ് മുലപ്പാൽ കുടിച്ചത് ജാനിയേട്ടത്തിയുടേതാണെങ്കിലും എൻ്റെ കുഞ്ഞ് ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചത് എൻ്റെ മുഖത്ത് നോക്കിയാണ്. വല്യമ്മേ, സെൻറ്റി ആവല്ലേ. വല്യമ്മയുടെ കുഞ്ഞിന് ചോറ് കൊടുത്താട്ടെ. ചോറ് കഴിച്ച് മരുന്ന് കഴിക്കാനുണ്ട്. വല്യമ്മ കൊടുക്കില്ലേ? ആ പെണ്ണ് മരുന്ന് കഴിക്കാൻ മടിച്ചിയാണ്. കണ്ണൻ വല്യമ്മയെ ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് ഒരശരീരി വീണ്ടും വന്നത്. മടിച്ച് തൻ്റെ മറ്റവളാണടോ. വേണ്ട കിച്ചു. ജാനകി ഗൗരവത്തിൽ കിച്ചുവിനെ വിളിച്ചു. കിച്ചു ചുണ്ടും കൂർപ്പിച്ചുകൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു. എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു. നമ്മുടെ നായിക കിച്ചു ഒരു കൊച്ചു സുന്ദരിയാണ്. ഒത്ത ഹൈറ്റും മെലിഞ്ഞ ചന്ദന നിറമുള്ളവൾ. ഇടുപ്പോളം ഇറങ്ങിക്കിടക്കുന്ന ഇടതോർന്ന ചെറിയ ചുരുളൻ മുടികൾ, വാലിട്ടെഴുതിയ വലിയ കണ്ണുകൾ, പനിനീർ പൂവിൻ്റെ നിറമുള്ള ചെറിയ ചുണ്ടുകൾ, അല്പം നീണ്ട മൂക്ക്, മെലിഞ്ഞ കുലുന്നനെയുള്ള ഒരു സുന്ദരി. ആരും കണ്ടാൽ ഒന്ന് ശ്രദ്ധിക്കുന്ന സുന്ദരി പെണ്ണ്. യദുവും കിച്ചുവും 5 വയസ്സിന് വ്യത്യാസമുണ്ട്. കണ്ണനും യദുവും സമപ്രായക്കാരാണ്. ഒന്നിച്ച് കളിച്ച് പഠിച്ച് ഒന്നിച്ച് അവരുടെ സ്വന്തം കോളേജിൽ വർക്ക് ചെയ്യുന്നു. പഠനം കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടാളും അവർ പഠിച്ച കോളേജിൽ തന്നെ അധ്യാപകരായി. രണ്ടാളും ഒന്നിച്ചാണ് കോളേജിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. യദുവും കണ്ണനും സൗന്ദര്യത്തിലായാലും സ്വഭാവത്തിലായാലും ഒന്നിനൊന്നും മെച്ചം. 6 അടിയോളം ഉയരം, അതിനൊത്ത് വണ്ണം, കട്ടിമീശയും നേർത്ത ന്യൂജൻ താടിയും. അങ്ങനെ ഒത്ത സുന്ദരന്മാർ കോളേജിൽ ഇപ്പോഴും ഹീറോകളായി നടക്കുന്നു. ബാച്ചിലർ ടീച്ചേഴ്സിൻ്റെയും പെൺ സ്റ്റുഡൻസിൻ്റെയും നോട്ടപ്പുള്ളികൾ. കണ്ണൻ്റെ ചേച്ചി പാർവതി, പാറു വിദേശത്ത് കുടുംബമായി ജീവിക്കുന്നു. 8-12 വയസ്സുള്ള 2 മക്കളുണ്ട്. മൂത്തവൾ 12 വയസ്സുള്ള ശ്രാവണി ശ്രീകുട്ടി. രണ്ടാമത്തേത് 8 വയസ്സുള്ള മകൻ ശ്രാവൺ ശ്രീകുട്ടൻ. ഹസ്ബൻഡ് വിദേശത്ത് ബിസിനസ്സാണ്. വെക്കേഷനിൽ ലീവിന് തറവാട്ടിലും അമ്പാട്ടുമായിട്ടാണ് അവരുടെ ഒഴിവുകാലം.